ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാലത്ത് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ നമുക്ക് ക്യാമറയോ നല്ല മൈക്കോ എന്തിനും നമ്മുടെ സ്വന്തം ശബ്ദമോ മുഖമോ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് വിശ്വാസമാവുമോ? അതെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് മാത്രം എങ്ങനെ മിനിറ്റുകൾ കൊണ്ട് പ്രൊഫഷണൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോകൾക്കുള്ള അടിപൊളി ടോപ്പിക് കണ്ടുപിടിക്കുന്നത് മുതൽ സ്ക്രിപ്റ്റ് എഴുതാനും വോയിസ് ഓവർ ചെയ്യാനും തുടങ്ങി എഡിറ്റ് ചെയ്യാനും സഹായിക്കുന്ന മികച്ച AI ടൂളുകൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് AI എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഷോർട്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതാ ഈ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ അതിൻ്റെ AI ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്ക്രൈബ് എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ AIക്ക് പറഞ്ഞു കൊടുക്കുന്നത്, AI ഒരു കുട്ടീനെ പോലെയാണ്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അത് അതുപോലെ ചെയ്തു തരുന്ന ഒരു ടൂളാണ് AI എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിൽ എന്താണോ ഉള്ളത്, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ സ്വന്തം കണ്ടൻറ്റ്, അതിപ്പോൾ നമ്മളെ ലൈഫ് സ്റ്റോറി തന്നെ ആവാം, നമ്മളത് അത് അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ AI അതേപോലെ നമുക്ക് വീഡിയോ ആക്കി തരും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആക്കി തരുമോയെന്ന് ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ ഒരു സംഭവം ടൈപ്പ് ചെയ്തിട്ട് നമ്മളവിടെ ഫുള്ള് മലയാളത്തിൽ കൊടുക്കാൻ പാടില്ല. അതിൽ ഒരു വാക്കെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മുന്നേ ChatGPTന്ന് എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഈ ഒരു ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോസ് നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ആ ഫോട്ടോ കൊടുത്ത് നമ്മളിതാ ഒരു 99.9 വരെ ഇങ്ങനെ ആകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്ര സമയം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഇതിങ്ങനെ ഓപ്പൺ ആക്കി തന്നെ വെക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഇത് നമുക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആവുന്നുണ്ട്, ഏകദേശം റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞത് അവരെ മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു വേറൊരു പാട്ടിൻ്റെ ലൈൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരവരുടേതായ സ്റ്റൈലിലാണ് പാട്ടൊക്കെ വരിക. അതൊരു കോമഡി പോലെയാണ് വരിക. ഇനിയിപ്പോൾ നമുക്ക് ഒരാൾ സംസാരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ വേറൊരു വീഡിയോ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാണ്ട് അതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ അടുത്തത്, ഇപ്പോൾ ഞാനൊരു വോയിസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ എഴുതുന്നുണ്ട്. ഇപ്പോൾ ഒരു പെൺകുട്ടി വോയിസ് കൊടുക്കുന്നത്, അപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോവും ആ പെൺകുട്ടിക്ക് നമ്മൾ ഇമാജിൻ ചെയ്തിട്ടൊരു പേര് ഇടുക. ഞാനിപ്പോൾ അനു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പേരിട്ടിട്ടുണ്ട്. അപ്പോൾ അനു പറയുന്നത് എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്ന കാര്യം ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. മലയാളത്തിലാണ് മലയാളത്തിൽ എഴുതി കൊടുക്കുന്നതാണ് കൂടുതൽ നമുക്ക് സൗണ്ട് ക്ലിയർ ആവാൻ കൂടുതലും നമുക്ക് ഉപകാരപ്പെടുന്നത്. എൻ്റെ കാര്യമെന്ന് ഞാൻ പറയുന്നത്, ഞാൻ മംഗ്ലീഷ് എഴുതി കൊടുക്കുമ്പോൾ അതൊരു ഇംഗ്ലീഷ് ചൊവ്വ ഇനി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാനിതിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് മലയാളം എന്ന് കൊടുക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കൊടുക്കുക. ഒരു വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ AIൻ്റെ ആ ഒരു സ്ഥലം ടിക്ക് ഓക്കെ ആവില്ല, നമുക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റൂല. അപ്പോൾ ആ 2 വീഡിയോയും കൂടി ജോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? എനിക്ക് തരൂ. അപ്പോൾ അതിൻ്റെ വോയിസ് കൂടി ക്ലിയർ ആയി, കണ്ടോ? നിങ്ങളിപ്പോൾ കാണുന്നില്ലേ? പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആക്കണമെങ്കിൽ ഈ ഏറോ മാർക്ക് കണ്ട ഇവിടെ റൈറ്റ് സൈഡിൽ അത് ക്ലിക്ക് ചെയ്താൽ ഗാലറിയിലേക്ക് സേവ് ആവും. ഇനിയിപ്പോൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ നമ്മളിവിടെ ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ChatGPTയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം. ChatGPT എടുത്തിട്ട് നമ്മൾ ChatGPT പ്ലേ സ്റ്റോറിൽ പോയിട്ട് ChatGPT അടിച്ചു കൊടുത്തിട്ട് അത് ഡൗൺലോഡ് ആക്കുക. അതിന് ശേഷം നമ്മൾ ChatGPTക്ക് എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു നല്ല ഫോട്ടോ കളർ ചേഞ്ച് ആക്കിയിട്ട് എൻ്റെ ഫോട്ടോനെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടുള്ളൊരു ഇത് തരാൻ വേണ്ടിയിട്ട് ഞാൻ ChatGPTയോട് പറയുന്നുണ്ട്. അപ്പോൾ ChatGPTക്ക് എൻ്റെ ആ ഫോട്ടോവും, ഇപ്പോൾ ഞാൻ ഏത് ഫോട്ടോ വെച്ചിട്ടാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഫോട്ടോയും കൂടി അതിന് കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ChatGPT നമുക്ക് അതുപോലെ എങ്ങനെയാണോ നമുക്ക് വീഡിയോ ഇത് വേണ്ടത് എന്നുള്ളത് നമ്മൾ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ആക്കിയിട്ട് നമുക്ക് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ട് ഈ നീല കളറിൽ കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞു വേറെ കളറാക്കി തരണം എന്ന് പറഞ്ഞാൽ വേറെ കളറാക്കി തന്നു. അപ്പോൾ ഇങ്ങനെയാണ് AI വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ചാനലും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.